ചില്ലറയില്ലേ? ₹1500 ഇത് റോയൽ ബാങ്ക് കൊണ്ട് അടച്ചു വരും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഒരു നോട്ട് വന്നിട്ടുണ്ട്. സംശയമുണ്ടോ? അല്പം. നോട്ട് സർക്കാർ പറയുന്ന എല്ലാ അടയാളങ്ങളും ഈ നോട്ടിലുണ്ട്. ഇത് അവൻ തന്നെ കള്ളൻ. ഇതുകൊണ്ട് പുള്ളി പോയോ? ഇല്ല, ഞാൻ റെസീറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ പോലീസ് ഒന്ന് ഫോൺ ചെയ്യും. നമ്മുടെ കേശവപിള്ളയുടെ പെട്രോൾ പമ്പിൽ നിന്ന് വന്നതാണ്. എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് പോരെ? അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. ഈ നാട്ടിൽ മനുഷ്യന് ജീവിക്കണ്ടേ? പോലീസ് സ്റ്റേഷൻ. റോയൽ ബാങ്കിൽ നിന്നാണ് ഏജന്റ് നമ്പ്യാർ സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. പിന്നെ പുള്ളി വിടരുത്. ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞാൻ എത്ര നേരമായി റെസീറ്റ് കിട്ടിയില്ലല്ലോ. ധൃതി കൂട്ടിയ കാര്യം നടക്കുമോ? ഇവിടുത്തെ ജോലി തീരണ്ടേ? എനിക്ക് ശേഷം വന്നവരെല്ലാം റെസീറ്റ് വാങ്ങി പോയല്ലോ സാർ. ഒന്ന് ക്ഷമിക്കണം മുതലാളി. പോലീസ് ഇപ്പോ അവൻ പോകാൻ നോക്കണം. റെസീറ്റ് കൊടുത്താലേ അവൻ പോകും. സൂക്ഷിക്കണം. ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കണം. ഇതാണ് നോട്ട്. ഇവൻ അത് തന്നെ. പുള്ളി എവിടെ? കൗണ്ടറിൽ നിൽപ്പുണ്ട്. ഭാസ്കരൻ ആളിനൊന്ന് കാണിച്ചു കൊടുക്കും. താങ്ക് യു സാർ. അവിടെ ചെന്നിട്ട് പറയാ. രാത്രി ചാവക്കാട്ടിൽ നിന്നൊരു ടാക്സി കാറിൽ സംശയം തോന്നിക്കുന്ന വിധത്തിൽ 4 പേർ തൃശൂർ, ഷൊർണൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, കോഴിക്കോട്, വടകര, തലശ്ശേരി, കണ്ണൂർ വഴിയായി പയ്യന്നൂരിൽ എത്തിയതോടുകൂടി നമ്മുടെ പോലീസിന്റെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷമായി. കള്ളനോട്ടിന്റെ കള്ളക്കടത്തായിരുന്നു. പറഞ്ഞുകൂടാ. 4 പേരിൽ ഒരാൾ ഒരു സ്ത്രീയായിരുന്നു. ഒരു മധുര 17-കാരി. മിനിഞ്ഞാന്നും ഇതുപോലെ സംഘം നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടതായി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കോട്ടയത്തു നിന്നും പുറപ്പെട്ട് കൊല്ലം, ആറ്റിങ്കൽ, തിരുവനന്തപുരം, നെയ്യാറ്റിങ്കര, പാറശാല വഴിയായി മദിരാശി സംസ്ഥാനത്തേക്ക് ഇറങ്ങുന്നത്. മദിരാശി പോലീസും ഇക്കാര്യത്തിൽ വേണ്ടത്ര അന്വേഷണം നടത്തുന്നുണ്ട്. കള്ളനോട്ടുകൾ നമ്മുടെ കയ്യിൽ കുറെ വന്നു ചേർന്നതല്ലാതെ ഇതിന്റെ ഉത്ഭവസ്ഥാനം ഇനിയും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടില്ല. ഈ നില തുടർന്നാൽ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ അപകടത്തിലാകും. ഇനിയും താമസിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്നും CID നസീറിന്റെ സഹായം നമുക്ക് ആവശ്യപ്പെടാം. അദ്ദേഹത്തിന് മാത്രമേ ഈ സംഘത്തെ കണ്ടുപിടിക്കുവാനും നശിപ്പിക്കുവാനും സാധിക്കൂ. അതിന് വേണ്ടതെല്ലാം ഇന്ന് തന്നെ ആരംഭിച്ചു. ഞാൻ ഇന്ന് തന്നെ എഴുതുന്നുണ്ട്. എല്ലാവരും ജാഗ്രതയായിരിക്കണം. Good morning, sir. Hello. Good morning, Miss Geeta. How do you do? Fine, sir. Good. ഗീത, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് എത്ര നന്നായി. ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുകയായിരുന്നു. നീയും ഞാനും ജനിച്ച കേരളത്തെ കുറിച്ച് ഓർക്കുകയായിരുന്നു. എന്നെ എപ്പോ കാണുമ്പോൾ സാർ ഇത് പറയാറുണ്ട്. ശരിയാണ് ഗീതെ. മൈലുകൾക്കിപ്പുറത്ത് ഈ ഡൽഹിയിൽ ഈ ഓഫീസിനകത്ത്
മലയാളത്തിന്റെ ശാലീനതയും സൗന്ദര്യവും മാദകത്വവും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഏക പെൺകുട്ടി നീ മാത്രമാണ്. കേരളത്തെക്കുറിച്ചുള്ള എന്റെ എല്ലാ മധുര സങ്കല്പങ്ങളും നിന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. സാർ, അങ്ങ് മകാനായ ഒരു കുറ്റാന്വേഷകനാണ്. ഈ നാടിന്റെയും നാട്ടുകാരുടെയും ശക്തിയാണ്. ഐ ആം സോറി. സാർ, ഓഫീസിലുണ്ട്. താങ്ക് യു. Good morning, sir. Good morning. Please come in. Sit down. Thank you, sir. മിസ്റ്റർ നസീർ ഒന്നുകൂടെ കേരളത്തിലേക്ക് പോകേണ്ടിയിരിക്കും. യെസ് സർ. കേരളത്തിലേക്ക് പോകേണ്ടി വരുന്ന ഓരോ സന്ദർഭവും എനിക്ക് സന്തോഷകരമാണ്. കേരളത്തിൽ ഇന്ന് സർവ്വസാധാരണമായി തീർന്നിട്ടുള്ള കള്ളനോട്ടുകൾ നിർമ്മിക്കുന്ന സംഘത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മിസ്റ്റർ നസീറിന്റെ ഈ യാത്രയിലെ പ്രധാന ഉദ്ദേശം. യെസ് സർ. കൂടാതെ പല സ്ഥലങ്ങളിലും സുന്ദരികളായ ഏതാനും സ്ത്രീകളെ കാണാതായിരിക്കും. ഏതോ ഗൂഢസംഘം അവരെ തട്ടിക്കൊണ്ടുപോയി വിദേശികൾക്ക് വിൽക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ സംശയം. ഈ കള്ളനോട്ടടി സംഘം തന്നെ ആയിരിക്കും ഇതിന്റെയും പുറകിലെന്ന് ഞാൻ കരുതുന്നു. ശരിയായിരിക്കാം. ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കണ്ണിൽ കാണുന്നത് ഒന്നും വിശ്വസിക്കാൻ നിവൃത്തി. നമ്മുടെ നാട്ടിൽ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ആ ഭീകര സംഘത്തെ ഞാൻ കണ്ടുപിടിക്കും. വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഞാൻ മിസ്റ്റർ നസീറിനെ ഏൽപ്പിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ? തീർച്ചയായും. ഗുഡ് മോർണിംഗ് സർ. ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസി. എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയാണോ? ആ, ഞങ്ങൾ മിസ്റ്റർ ഭാസിയെ കാത്തിരിക്കുകയായിരുന്നു. വരണം, ഇരിക്കണം. മിസ്റ്റർ ഭാസി കേരളത്തിലേക്ക് പോകാൻ തയ്യാറാവുക. കേരളം വീണ്ടും നിങ്ങളെ ആവശ്യപ്പെട്ടിരിക്കുന്നു. സന്തോഷം സാർ. ആവശ്യപ്പെട്ടില്ലെങ്കിലും പോകാൻ തയ്യാറായിരിക്കുകയായിരുന്നു. കല്യാണം കഴിച്ച് പെണ്ണിനെയും കൊണ്ട് വന്നതിന് ശേഷം ഇതുവരെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ തരപ്പെട്ടിട്ടില്ല. അപ്പൊ മിസ്റ്റർ ഭാസി ഇന്ന് തന്നെ കേരളത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നാളെ പുറപ്പെടാം. അതെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ടിക്കറ്റുകൾ ഓഫീസിൽ തയ്യാറായിരിക്കും. സാർ, എനിക്ക് ഒരു ടിക്കറ്റ് കൂടെ വേണം. ആർക്കാ? ഭാര്യയെ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതുന്നു. അതിനെന്താ, അതിപ്പോ അറേഞ്ച് ചെയ്യാമല്ലോ. ഭാര്യയുടെ പേരെന്താ? ശ്രീലത. ശ്രീലത ഭാസി. ഇത്ര നേരം എവിടെയായിരുന്നു? അല്ല, എനിക്ക് വേറെ ജോലിയില്ലയോ? എപ്പോഴും നിന്നെ അടുത്തിരുന്നാ മതിയോ? ഇതെന്താ? അതിനു മുമ്പ് നിനക്ക് ചുണയുണ്ടോന്നറിയാം. ഇത്രയും കാലമായിട്ടും എന്റെ ചുണ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല, അതന്നേ മനസ്സിലായില്ലേ? ഇത് വേറെ. പരീക്ഷിക്കാണോ? തോക്കൊന്നും വിചാരിക്കണ്ട. അയ്യോ, നിന്റെ മുമ്പിൽ ഇതുവരെ ഞാനേ തോറ്റിട്ടുള്ളൂ. പക്ഷെ ഇന്ന് നീ വീഴും, നോക്കിക്കോ. ശരിയതെ, ഞാൻ സന്തോഷകരമായ ഒരു കാര്യം നിന്നോട് പറയാൻ പോവുകയാണ്. അതെന്താണെന്ന്, എന്റെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എന്നാ കേക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴും എന്നോട് ഒരു വാർത്തയല്ലേ പറയാനുള്ളൂ. എന്നാ പറ. അയ്യോ, അതല്ല. അപ്പൊ നീ തോറ്റേ. എന്നാ പറഞ്ഞു തോലിക്ക്. ശീലതേ, മലയാളി പെണ്ണേ, ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്തോട്ട് നോക്ക്. നമ്മൾ രണ്ടുപേരും നാളെ കേരളത്തിലേക്ക് പോകാൻ പോകുന്നു. ഇതെന്താ ഇത്? ഈ വേഷത്തിലാണ് നമ്മൾ കേരളത്തിലേക്ക് പോകുന്നത്, സർദാറായിട്ട്. അപ്പൊ ഞാനും സർദാറിന്റെ സഹധർമ്മിണി സർദാറിണി.